ഇതൊന്നും അത്ര തെറ്റൊന്നുമല്ല. ഒരു ടെൻഷൻ അടിക്കുമ്പോ 2 സിഗരറ്റ് വലിച്ചാൽ ടെൻഷൻ പോയി, അത്രേ ഉള്ളൂ. പിന്നെ വലിക്കും ഇതൊരു ജാതകമാണ്. സിഗരറ്റ് വലിച്ചാൽ ടെൻഷൻ പോയത് നമ്മള് വിശ്വാസമാണ് അല്ലേ മൃദുലേ? ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കളയുമ്പോൾ വലിക്കാൻ പറ്റും. ആ ടീച്ചർ സാധാരണ നമ്മൾ എന്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള സിനിമയുടെ ടീച്ചറുകളാ. ഇത് ടീച്ചർ തുടങ്ങണേ ജയശേഖരന്റെ സമയം ഒട്ടും ശരിയല്ല പറയട്ടോ. അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയ ടീച്ചറാണ് എന്ന് തോന്നിയായിരുന്നു. നെഗറ്റീവും പോസിറ്റീവ് ആവുമല്ലോ. വേറെ ഏതാ നെഗറ്റീവ് ഉള്ളേ? ഈ കൂട്ടത്തില് യൂട്യൂബ് ചാനൽ സ്വന്തമായി ഇല്ലാത്ത ആൾ ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ നമുക്ക് ആർക്കുമില്ല. എനിക്കുണ്ട്. മേക്കപ്പ് ഇല്ലെങ്കിൽ ആളെ മനസ്സിലാവാത്ത വ്യക്തി. അത് ഫോട്ടോയിലില്ല, നക്ഷത്രയാ. ചൂണ്ടിക്കാണിച്ചു തരാം. മ്യൂസിക് ഇതെങ്ങനെയാ ഈ ഒരു സീൻ എടുക്കുന്നേ? നമ്മള് ഈ ചെളിയില് വീഴുന്നത് സത്യത്തിൽ ചെളിയാണോ? അല്ല, ചോക്ലേറ്റ് ആണ് ആക്ച്വലി. ചോക്ലേറ്റിൽ മുങ്ങിയിട്ടാണ് നമ്മള് അല്ലേ? വലിയൊരു കുളം നിറയെ കൊക്കോ പൗഡർ കൊണ്ടുവന്നിട്ട് അതങ്ങനെ ഷോട്ടം കഴിഞ്ഞിട്ട് നമ്മള് അവിടെ തന്നെ ഇന്ന് കഴിയും. ആന അലറലോട് അലറൽ. സ്പീഡില്ല, പതുക്കെ പറയാം. ആന അലറലോട് അലറൽ. മൂന്നോട്ടാണോ? ഒന്നായി. രണ്ടെണ്ണം കൂടെ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. സൂപ്പർ. ഇനി എന്നോട് ചോദിക്കാം. കൊള്ളാലോ കളി. കുണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടിത്തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി. 4 വട്ടം. കഴിവില്ലെങ്കിൽ നമ്മൾ ഇവരൊക്കെയാണല്ലോ ആരാധിക്കുന്നത്. കഴിവില്ലെങ്കിൽ നമ്മൾ ഇവരെയൊക്കെയാണ് ആരാധിക്കുന്നത്. എവിടെ കഴിവില്ലാത്ത മൃദുലിന്? അത് കുറച്ചേ പുറത്തു വന്നിട്ടില്ല. ഇത് ഇന്ന് മൊത്തം ട്രോളാട്ടോ. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ കഴിക്കണോ? കഴിച്ചോ. കഴിച്ച എനിക്ക് എനർജി കിട്ടോ? കിട്ടും. ഉറപ്പാ? ഉറപ്പാ. പക്ഷേ മോന് എനർജി ഇല്ലല്ലോ ഇത് കഴിച്ചത്. എനർജി ഒക്കെ ഉണ്ട്. കാണിച്ച എനർജി കാണിക്ക്. എനർജിയാ? അത് എങ്ങനെ കാട്ടണ്ടേ? നല്ല എനർജിയിൽ പറ കഴിക്കാൻ. അപ്പൊ ഞാൻ കഴിക്കാം. ഇത്രയും വലിയൊരു പ്രമോഷൻ ഇനി കിട്ടാനില്ല. എത്ര പേരാ ആ സൗണ്ടില് വീഡിയോ ചെയ്തത്? കണ്ടായിരുന്നോ? കണ്ടു. ആരുടെയൊക്കെ കണ്ടു? പ്രവീൺ പ്രണവ്. പേളിമാണിയുടെ കണ്ടോ? ഇപ്പൊ ബർത്ത്ഡേക്ക് ഒരു നല്ല ഡ്രസ് ഒക്കെ വാങ്ങിച്ചു തന്നില്ലേ? അതും അമ്മയാണ് വാങ്ങിച്ചു തന്നെ? അയ്യോ, ആരാ വാങ്ങിച്ചു തന്നെ? അമ്മയുടെ മോളാണോ വാങ്ങിച്ചു തന്നെ? അമ്മയുടെ മോളുടെ അമ്മ. അതായത് എങ്ങനെയാണ് ഐശ്വര്യ ഒരു ജാതി ജാതകത്തിലേക്ക് എത്തിയത്? സ്ക്രീൻ ടെസ്റ്റ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഇതിന്റെ അസിസ്റ്റന്റ് മെസ്സേജ് അയച്ചതാണ്. ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി അവസാനം എന്റെ ക്യാരക്ടറിന്റെ പേര് ഗോപിക എന്നാണ്. ഇതില് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ടേ വേണമെന്നില്ലടാ. ഇതായിട്ട്
കൈ വെക്കാൻ എല്ലാം പൊന്നാ, മനസ്സിലായില്ലേ? അത് ചില ആൾക്കാർ അങ്ങനെയാ, ചില ആൾക്കാർ ആ അതന്നെയാണ് ആ ജാതകത്തിൽ അങ്ങനെ ഇല്ലേടാ. ആയിരിക്കും അല്ലേ? എടുത്തോ സാരമില്ല, തന്നതല്ലേ. ഒന്ന് ആലോചിച്ച് ചേട്ടാ, ചേട്ടന് പ്രൊഡക്ഷൻ നടത്തിയ മോശമില്ല, ഡിറക്ഷൻ നടത്തിയ മോശമില്ല, ചിലപ്പോ OTT വരുമ്പോ ആരെങ്കിലും ഒക്കെ തെറി വിളിക്കുക, നമ്മൾ മൈൻഡ് ചെയ്യും. ഞങ്ങള് ഇതില് ഞാനിപ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആരെയാണെന്നറിയോ? നിഖിലേനെ. കാരണം എന്ത് ചോദിച്ചാലും തഗ് മറുപടികൾ മാത്രം അങ്ങനെ ഒരു തഗ് മറുപടികളൊക്കെ എപ്പോഴെങ്കിലും നിഖിലയുടെ അടുത്തുനിന്ന് കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് അറിഞ്ഞെങ്കിലും ഉണ്ടായോ? ഇല്ല, മാത്രമല്ല ഒരു ഭാഗ്യം. അപ്പോൾ ഞങ്ങൾ 100 സ്റ്റോർസിൽ പോയിട്ട് അവിടെ നിന്ന് എന്താ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ചോദിക്കാൻ പോവാം. അപ്പോൾ ബ്രോ ഞങ്ങൾക്ക് എന്താ ഫ്രീ ആയിട്ട് അറിയാം? ബ്രോയ്ക്കാണോ ഫ്രീ ആയിട്ട് വേണ്ടേ? ബ്രോയുടെ സൈസിനുള്ളത് ഇവിടെ എന്തെങ്കിലും കണ്ടിട്ട് കിഡ്സിൻ്റെ എനിക്ക് പറ്റിയ കിഡ്സിൻ്റെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ടോയ്സ് എന്തെങ്കിലും? ബ്രോയ്ക്കൊരു കിഡാകുമ്പോൾ വന്നോ, അപ്പോൾ വേണേൽ തരാം. ട്രിവാൻഡ്രത്ത് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ധ്യാന്റെ ഒരു ഫ്രണ്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടാവും? അവരെന്തോ ധ്യാനോട് ഗിർവാൺ അടിച്ചു. നോക്കിയ ആള് അതായത് എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ ജാതകം നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു മോശം സമയമെന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് തിരിച്ചയാൾ ഹൈദരാബാദിലേക്ക് പോയിട്ട് ഇപ്പൊ മരിച്ചു. ഒറ്റയ്ക്കാ വന്നത്, ഇപ്പൊ മരിച്ചു എന്ന് അറിഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ച്, ഹൈദരാബാദ് പോയ ആള് വിളിച്ച് നിങ്ങളോട് പറഞ്ഞു ഞാൻ മരിച്ചു. ഏറ്റവും കൂടുതൽ ക്യാഷ് കടം കൊടുക്കുന്ന ആൾ. ഇതെന്തിനാ ഞാൻ കാണിച്ചെന്നറിയാമോ? എന്തിനാ? ക്യാഷ് കട എടുത്താണ്. എന്താന്ന്? എനിക്ക് കുറച്ച് ക്യാഷ് കടായിട്ട് വേണം. ഇവിടുന്ന് എന്തായാലും കിട്ടൂല. ഒരു ജാതി ജാതകം കഴിയുമ്പോൾ പറയാൻ എന്തെങ്കിലും വേർഡ് വിനീതേട്ടനെ പറ്റി എന്തെങ്കിലും കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തെറി മാത്രം പറയാൻ കിട്ടും. ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ലൈൻ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, കാണിച്ചു തരാം. ഫോട്ടോ ആണോ കാണിക്കാൻ വന്നേ? ഫോട്ടോയാ? ഇത് കണ്ടോ? 1 2 3 4 5 6 7 ലൈൻ ഉണ്ട്. 7 എണ്ണം. പവർ കിക്ക്